ഗുഡ് മോർണിംഗ്. ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് വിശ്വാസത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സങ്കീർത്തനമുണ്ട്, 23-ാമത്തെ സങ്കീർത്തനം. കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ വെളിച്ചത്തിൽ അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനും സൈക്യാട്രിസ്റ്റുമായ ജെയിംസ് ഫൗളർ വളരെ മനോഹരമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അമേരിക്കൻ ഡോളർ ബിൽസിലെ ഡോളറിന്മേലെ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് മനോഹരമായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിയുമാണ്. എല്ലാ ഡോളർ നോട്ടുകളിലും ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പണ്ട് രാജ്യം കുടിയേറ്റക്കാരുടേതായിരുന്നപ്പോൾ ദൈവപരിപാലന തിരിച്ചറിഞ്ഞവർ അത് മനോഹരമായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ജെയിംസ് ഫൗളർ ചോദിക്കുകയാണ്, ഏത് ഗോഡാണ്, ഏത് ദൈവത്തിലാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന, വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആദ്യകാലത്ത് ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ജനത പിന്നീട് ഈ ഡോളർ തന്നെ ദൈവമാക്കി മാറ്റി. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം, ആശ്രയം ദൈവമാണെന്ന് പറയുമ്പോൾ ഈ പച്ചനോട്ടുകൾ തന്നെയല്ലേ ദൈവമായിട്ട് മാറിയിരിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അമേരിക്കൻ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കും ബാധകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ 1000-ൻ്റെയും 2000-ൻ്റെയും നോട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് പച്ചനോട്ട് 500-ആണ്. 500-ൻ്റെ പച്ചനോട്ടിന്മേലാണ് നമ്മുടെ ആശ്രയത്വം. ദൈവത്തിൽ ആശ്രയിക്കുന്ന പറയുകയും നോട്ടുകളെ കൂമ്പാരമാക്കുന്നതിൽ, സമ്പത്ത് കുമിഞ്ഞു കൂട്ടുന്നതിൽ, സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു, വ്യക്തശ്രദ്ധരാകുന്നു. അപ്പോൾ ഇവയൊക്കെ നമ്മുടെ ദൈവമായിട്ട് മാറുന്നു. അപ്പോൾ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പറയുകയും മറ്റു പലതിലും നമ്മുടെ ആശ്രയത്വം കണ്ടെത്തുകയും ചെയ്യുന്നത് ഒരു വിധത്തിൽ പറഞ്ഞെന്നാൽ ദൈവത്തിനെതിരായതും വിഗ്രഹാരാധനയുമാണ്. വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ ആശയങ്ങളെയും ഒക്കെ നമ്മൾ ഈ വിധത്തിൽ ദൈവങ്ങളാക്കി പൂജിക്കുകയും അറിഞ്ഞോ അറിയാതെ അവയുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷങ്ങളാകാം, ആനന്ദങ്ങളാകാം, എന്തുമാകാം, ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു മാറുന്നു എന്ന് മറക്കാതിരിക്കുക. വീണ്ടും